ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇന്നലെ മദർഷിപ്പ് എത്തി. കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ വലിയ ഒരു കുതിപ്പാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി എന്നുള്ളത്. ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഈ പദ്ധതി തകർക്കാൻ വേണ്ടി ശ്രമം നടത്തിയവരാണ് ഇന്ന് ഇതിന്റെ പിതൃത്വം അവകാശപ്പെട്ടുകൊണ്ട് അവരുടേത് മാത്രമായി വിഴിഞ്ഞം തുറമുഖം എന്നത് LDF സർക്കാരിന്റെയും പിണറായിയുടെയും വലിയ ഒരു നേട്ടമായി ഇന്നവർ അവകാശവാദം നടത്തുകയാണ്. 2015 നിങ്ങൾക്ക് എല്ലാം അറിയാം, മാധ്യമങ്ങൾ വന്നതാണ്. അന്ന് ഈ പദ്ധതിക്കെതിരായി വലിയ ആരോപണം ഉന്നയിച്ചു. അഴിമതി ആരോപണം ഉന്നയിച്ചത് അന്നത്തെ പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയനാണ്. 5000 കോടി രൂപയുടെ കടൽ കൊള്ള എന്നാണ് ദേശാഭിമാനി പത്രം ഈ വാർത്തയ്ക്ക് അന്ന് കൊടുത്ത തലക്കെട്ട്. ആരോപണം ഉന്നയിച്ച് ഉമ്മൻചാണ്ടിയെ ഗവൺമെന്റിനെയും പ്രതിക്കൂട്ടിലാക്കി മാനസികമായി തകർത്ത് ഈ പദ്ധതിയിൽ നിന്ന് പിന്തിരിയാൻ വേണ്ടി നടത്തിയ ശ്രമമായി. എന്താരോപണം ഉന്നയിച്ചാൽ വളരെ ദൃഢനിശ്ചയത്തോടു കൂടി മുന്നോട്ട് പോകും എന്ന ഉറച്ച തീരുമാനമാണ് ഉമ്മൻചാണ്ടി അന്ന് സ്വീകരിച്ചത്. യഥാർത്ഥത്തിൽ അതിന്റെ ചരിത്രമൊക്കെ അറിയാൻ ഞാൻ ആവർത്തിക്കുന്നില്ല. അന്ന് ഓപ്പൺ ബിഡ് നടത്തിയപ്പോൾ ബിഡിൽ ഇത് ഏറ്റെടുക്കാനുള്ള ഒരു കമ്പനിയും വരാതിരുന്ന സാഹചര്യത്തിലാണ് അദാനിയെ, ശശി തരൂരിനെ പോലുള്ള ആളുകൾ പോയി അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ് നിർബന്ധിച്ച് സ്വാധീനിച്ചാണ് ബിഡിൽ പങ്കെടുത്തത്. ഇതുപോലുള്ള ഒരു പദ്ധതി ഇത്രയും അധികം നിരവധി കടമ്പകൾ കടന്നു വന്ന ഒരു പദ്ധതിയാണ്. ആ പദ്ധതി യാഥാർത്ഥ്യമാവുമ്പോൾ സത്യത്തിൽ ഇതിന്റെ ക്രെയിൻ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു. ട്രയൽ റണ്ണിന്റെ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചില്ല. ഒരു സർക്കാരിന്റെ ഒരു വലിയ വികസന പദ്ധതി, അതും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആരംഭിച്ചു, പിണറായി സർക്കാരിന്റെ കാലത്ത് പൂർത്തിയാക്കി. അതിന്റെ പിതൃത്വവും അതിന്റെ മുഴുവൻ നേട്ടവും പിണറായി സർക്കാരിന് മാത്രം എങ്ങനെ അവകാശപ്പെടാൻ കഴിയും? യഥാർത്ഥത്തിൽ വിഴിഞ്ഞം തുറമുഖ പദ്ധതി എന്ന് പറയുന്നത് ഈ ഉമ്മൻചാണ്ടിയുടെ ബേബിയാണ്, UDFന്റെ ബേബിയാണ്, UDF സർക്കാരിന്റെ ബേബിയാണ്. ആ നിലയ്ക്ക് വാസ്തവത്തിൽ ഇന്നത്തെ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തിയത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഞങ്ങള് CPMകാരെ പോലെ ഈ ട്രയൽ റൺ പരിപാടി ബഹിഷ്കരിക്കാനോ അല്ലെങ്കിൽ അതിനെതിരായി പ്രതിഷേധം രേഖപ്പെടുത്താനോ ഒന്നും ആരോടും ആഹ്വാനം ചെയ്തിട്ടില്ല. ഇന്നലെ UDF നടത്തിയ ആഹ്വാനം തന്നെ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഉപജ്ഞാതാവ് ജനഹിതാവായ ഉമ്മൻചാണ്ടിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇന്ന് ഉമ്മൻചാണ്ടി വിജയദിനം എന്ന നിലയ്ക്ക് ഇന്ന് വൈകുന്നേരം എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും UDF ഒരു പ്രകടനം നടത്താൻ മാത്രമാണ് ഞങ്ങൾ ആഹ്വാനിച്ചത്. ഇപ്പോ മന്ത്രിമാരും CPM നേതാക്കളും അവകാശപ്പെടുന്നത് ഇതിൽ UDFന് ഒരു പങ്കുമില്ല. നിയമസഭയിൽ തന്നെ പറഞ്ഞു ഈ കുഞ്ഞാരുടേതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ബേബി, ഈ കുഞ്ഞ് UDFന്റേതാണ്, ഉമ്മൻചാണ്ടിയുടേതാണ്. ഉമ്മൻചാണ്ടിയുടെ വിഷനാണ്. അതിന്റെ പഴയ, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, പഴയ ചരിത്രം എന്ന് നോക്കിയാൽ CP രാമസ്വാമിയർ രാജഭരണകാലത്താണ് ആദ്യം ബ്രിട്ടനിൽ നിന്ന്, ലണ്ടനിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് CP ഇതിനെ കുറിച്ച് പ്രാഥമിക പഠനം നടത്തി. പിന്നീട് ഒരു
കാര്യമായിട്ടുള്ളൊരു ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നു. യാഥാർത്ഥ്യമാക്കുക, ഒരു പദ്ധതി തുടങ്ങുക എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഒരു പദ്ധതിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ വിജയത്തിന്റെ തുടക്കം കുറിക്കുന്നത്. അതിനുള്ള ഒരു നിശ്ചയദാർഢ്യം ഉമ്മൻചാണ്ടിക്കാണ്. ഉമ്മൻചാണ്ടി വാസ്തവത്തിൽ ഈ അദ്ദേഹത്തിന്റെ വിഷൻ, അതിന് നമ്മുടെ മുമ്പിലുള്ള ജീവിക്കുന്ന ഉദാഹരണങ്ങളാണ് കണ്ണൂർ വിമാനത്താവളം, കൊച്ചിൻ മെട്രോ ട്രെയിൻ. ഉമ്മൻചാണ്ടി ഒരു വിഷണറിയാണ്. വികസന രംഗത്തെ കേരളത്തിന്റെ വികസന നായകൻ എന്ന ഉമ്മൻചാണ്ടിയെ അദ്ദേഹം നടത്തിയ ഭരണരംഗത്തിരുന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹത്തെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കേരളത്തിന്റെ വികസനത്തിന്റെ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചത് വിഴിഞ്ഞം പദ്ധതിയിലൂടെയാണ്. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, ഇത് തുടക്കം കുറിച്ചത് ശ്രീ ഉമ്മൻചാണ്ടി സർക്കാരാണ്. ഇതിന് ഇത്രയധികം അപവാദങ്ങൾ കേട്ടിട്ടും മാറാതെ നിശ്ചയദാർഢ്യത്തോടെ മുമ്പോട്ട് പോയത് അദ്ദേഹമാണ്. അതുകൊണ്ട് ഈ വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണം എന്ന ആവശ്യം UDF ഗവൺമെന്റിന്റെ മുമ്പിൽ ഉന്നയിക്കുകയാണ്. APCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും എല്ലാം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഞാനും ആവർത്തിക്കുക. അല്ല, അപ്പൊ അത് ആ എതിർപ്പുകളൊക്കെ അദ്ദേഹം അദാനിക്ക് കൊടുക്കുന്നതിനാണ്. ചില യാഥാർത്ഥ്യങ്ങൾ വിസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിക്കകത്ത് ചർച്ച വന്നു. അതൊക്കെ അപ്പൊ തന്നെ അതിന് വ്യക്തമായിട്ടുള്ള മറുപടി. കാരണം AICC നേതൃത്വത്തിന്റെ അംഗീകാരവും അനുവാദവും എല്ലാം വാങ്ങിക്കൊണ്ടാണ് ആ എതിർപ്പുകളെല്ലാം അതിജീവിച്ച്, അതാ പറഞ്ഞത്, എല്ലാ പാർട്ടിക്കകത്തും പുറത്തുമുള്ള എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതിക്ക് വേണ്ടി അദ്ദേഹം നിശ്ചയദാർഢ്യത്തോടു കൂടി നീങ്ങിയതുകൊണ്ടാണല്ലോ ഇന്നത് ഉദ്ഘാടനം ചെയ്യാൻ പറ്റുന്നത്. മറ്റൊരു കാര്യം, ഈ PSC മെമ്പറാക്കാൻ കോഴ വാങ്ങിയെന്ന ആരോപണത്തെ കുറിച്ച് ഇപ്പോഴും പുറത്തു വരുന്ന വാർത്ത എന്താ? ഏരിയ കമ്മിറ്റി മെമ്പറുടെ പേരിൽ എന്താണ്, അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ട് പ്രത്യേക നടപടിയൊന്നും വേണ്ട. 8 മാസം മുമ്പ് ഇങ്ങനെ ഒരു ആരോപണം വന്നതല്ലേ? പരാതിക്കാർ പാർട്ടിയെ സമീപിച്ചില്ലേ? 22 ലക്ഷം രൂപ PSCക്ക് മെമ്പറാക്കാൻ ഒരു ഹോമിയോ ഡോക്ടറിൽ നിന്ന് കോഴ വാങ്ങി. അഡ്വാൻസ് വാങ്ങി 60 ലക്ഷം രൂപ പറഞ്ഞു. ഏരിയ കമ്മിറ്റി മെമ്പർ പ്രമോദ് കോട്ടോളി മന്ത്രി റിയാസിനെ കൊണ്ട് ശരിയാക്കി കൊടുക്കാമെന്നാ പറഞ്ഞത്. ഈ ആരോപണം വന്ന ശേഷം ഇപ്പോ ഇതുവരെ പോലീസിന് കേസെടുത്തിട്ടില്ല. പോലീസും പാർട്ടിയും കൂടി ഒത്തുതീർപ്പാക്കി ആ പണം ഈ ഡോക്ടറുടെ ഭർത്താവിന് തിരിച്ചു കൊടുത്തു. ഇപ്പൊ പറയുന്നത് അദ്ദേഹത്തിന് പരാതിയില്ല, അതുകൊണ്ട് കേസെടുക്കണ്ട. ഇങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഉണ്ടാകുന്ന എല്ലാ കവർച്ചകളും, എല്ലാ കൊള്ളയും അതിന്റെ ഉടമസ്ഥന്മാർക്ക് തിരിച്ചാ പണം കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കേസെടുക്കാതെ ഒരവസ്ഥ പോലീസ് ഇതേ മാതൃക സ്വീകരിക്കുമോ? ഒരു മന്ത്രിക്കെതിരായിട്ടാണ്, മന്ത്രിയുടെ പേരിലാണ്. മന്ത്രി ഇതിനകത്ത് ചിലപ്പോൾ അദ്ദേഹത്തിന് യാതൊരു അറിവും ഉണ്ടായിരിക്കില്ല, അദ്ദേഹത്തിന് പങ്കാളിത്തമുണ്ട്, അതൊക്കെ ശരി. പക്ഷേ എന്തുകൊണ്ട് കോഴിക്കോടുകാരനായ മന്ത്രി റിയാസിന്റെ പേര് തന്നെ പറഞ്ഞു? മാർസിസ്റ്റ് ഇയാൾ ഒരു ഏരിയ കമ്മിറ്റിയുടെ മെമ്പർ എന്നുള്ള നിലയ്ക്ക് ഈ പ്രമോദ് കോട്ടോളിക്ക് ഒരുപാട് മന്ത്രിമാരുമായി ബന്ധമില്ലേ? മറ്റൊരു മന്ത്രിയുടെയും പേര് പറയാതിരുന്നത് എന്താ? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ പേര് തന്നെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റിക്ക് പരാതി കൊടുത്തുകൊണ്ട് പറഞ്ഞു. പരാതി കൊടുത്താൽ പാർട്ടിയാണ് അന്വേഷിക്കേണ്ടത്. പാർട്ടിക്ക് അന്വേഷിക്കാം, നടപടിയെടുക്കാം. പക്ഷേ ഇതുപോലുള്ളൊരു കോഴ ആരോപണം ഉയർന്നു വന്നാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യണ്ടേ? പോലീസ് അന്വേഷിക്കണ്ടേ? പോലീസിന്റെ പ്രാഥമികമായ ഉത്തരവാദിത്വമല്ലേ FIR എടുത്ത് പോലീസ് കേസ് ചാർജ് ചെയ്യണ്ടേ? പിണറായി മുഖ്യമന്ത്രിയല്ലേ പോലീസിന്റെ ആഭ്യന്തരമന്ത്രി? അദ്ദേഹത്തിന്റെ മകളുടെ ഭർത്താവല്ലേ മന്ത്രി? ആ കാരണം കൊണ്ട് തന്നെ പോലീസ് കേസെടുക്കാതെ ഇത് ഒത്തുതീർപ്പാക്കി എന്ന് പറയുമ്പോൾ ഇതിന്റെ പിന്നിൽ ദുരൂഹതകൾ വർദ്ധിക്കുക.
ഇത് വിവാദമായതുകൊണ്ടല്ലേ പണം തിരിച്ചു കൊടുത്തത്? എങ്ങനെ വിവാദമായി? പത്രങ്ങളിൽ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ കോഴിക്കോടുള്ള പാർട്ടിയിലെ ഗ്രൂപ്പ് തർക്കത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇളമരം കരീമും പി മോഹനും മന്ത്രി റിയാസിനെതിരായി നടത്തുന്ന പലതരത്തിലുള്ള ഒരു അദ്ദേഹത്തിന്റെ അഴിമതി ആരോപണങ്ങൾ അദ്ദേഹത്തിനെതിരായി വരുന്ന അഴിമതി തിരഞ്ഞെടുക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഇടയിൽ അതും അതിന്റെ ടൈമിങ്ങും വളരെ പ്രധാനമാണ്. ഇലക്ഷൻ കഴിയുന്നു, റിസൾട്ട് വരുന്നു, പാർട്ടിക്ക് വലിയ ചരിത്രത്തിലെ ദയനീയമായ തോൽവി, കോഴിക്കോട് മണ്ഡലത്തിൽ ദയനീയമായി പരാജയപ്പെടുന്നു. ആ പശ്ചാത്തലത്തിലാണ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ തന്നെ റിയാസിനെതിരായി രൂപം കൊണ്ടിട്ടുള്ള ഗ്രൂപ്പിന്റെ ആളുകളാണ് ഇത് വെളിപ്പെടുത്തിയ, അല്ലാതെ ഞങ്ങൾ പൊതുപക്ഷമൊന്നുമല്ല. ഇത് പത്രങ്ങളിൽ വാർത്ത വന്നതെല്ലാം മാർക്സിസ്റ്റ് സോഴ്സസിൽ നിന്നാണ്. പ്രതിപക്ഷ നേതാവോ കോൺഗ്രസ് പാർട്ടിയോ UDF ഒന്നുമല്ല ഈ വാർത്ത ഈ വിവാദമാക്കിയത് പ്രചരിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, കേസെടുക്കണം. അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം PSC അല്ല, ഏതിന് നിയമനത്തിന് കോഴ വാങ്ങിയാലും വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇതെന്താ പബ്ലിക് സർവീസ് കമ്മീഷൻ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ നമ്മൾ ഭരണഘടനാ സ്ഥാപനമായി ഉയർത്തിയിട്ടുള്ളതാണ്. ഈ ഗവൺമെന്റിന്റെ കാലത്തല്ലേ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മത്സര പരീക്ഷകൾ പ്രഹസനമാക്കി DYFIക്കാരെ കൊണ്ടിരുത്തി പരീക്ഷയിൽ അവർ ആൾമാറാട്ടം നടത്തി. പോലീസ് കോൺസ്റ്റബിൾ ടെസ്റ്റിൽ നിരവധി ആളുകളെ പാസ്സാക്കിയില്ലേ, യൂണിവേഴ്സിറ്റി കോളേജിലെ SFIക്കാരായിട്ടുള്ള ആളുകളെ. അപ്പൊ പബ്ലിക് സർവീസിന്റെ കമ്മീഷന്റെ വിശ്വാസ്യത തന്നെ വളരെയധികം തകർന്ന ഒരു സമയം. കേരളത്തിലെ ചരിത്രത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഒരു മുന്നണിയുടെ മാത്രം അംഗങ്ങളുള്ള ഒരു കാലഘട്ടം ഇപ്പോഴുള്ളതുപോലെ ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. 5 കൊല്ലം ഭരിക്കുന്ന ഗവൺമെന്റ് പോവും, അടുത്ത ഗവൺമെന്റ് വരും. അപ്പോ നിയമിക്കുന്ന ആളുകൾ സ്വാഭാവികമായി എല്ലാ പാർട്ടിയിലും ഉള്ളവരുണ്ടാവും. PSCയുടെ വിശ്വാസ്യത തകർന്നു. PSC മെമ്പർമാരെ ലേലം വിളിച്ചാണ് PSC മെമ്പർമാരെ നിയമിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാര്യമല്ല, പാർട്ടി ആഭ്യന്തരമായി അന്വേഷിക്കേണ്ട കാര്യമില്ല. PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കണം. തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് PSCയിലുള്ള ആ ഒരു വിശ്വാസ്യത, നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കണം. അതിന് പറ്റുന്ന ഇന്റഗ്രിറ്റിയുള്ള സത്യസന്ധരായ ആളുകളെയാണ് പബ്ലിക് സർവീസ് കമ്മീഷനിൽ അംഗങ്ങളാക്കേണ്ടത്. ഇപ്പോ പുറത്തു വന്നത് മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഈ പറഞ്ഞതുപോലെ ആഭ്യന്തരമായ അവരുടെ ഈ തർക്കങ്ങൾ കൊണ്ടാണെങ്കിൽ ഇതിനു മുമ്പ് വന്നു ജനതാദൾ എസ്എന്റെ ഒരു മെമ്പറെ വയ്ക്കുന്ന കാര്യത്തിൽ ആരോപണം വന്നു, NCPയിൽ ഒരു മെമ്പറെ വയ്ക്കുന്നതിന്റെ കാര്യത്തിൽ ആരോപണം വന്നു. അപ്പൊ ഇതൊക്കെ ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയോഗിക്കുന്നതിന് കോഴ വാങ്ങുന്നു, അഴിമതി നടത്തുന്നു എന്ന ആരോപണം വന്നതുകൊണ്ടാണ് ജനതാദൾ ഇതുവരെ അവരുടെ കോട്ടായിൽ ആളെ കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങൾക്കുമെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ഒരു അന്വേഷണവുമില്ല. ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടേ, അത് ഒത്തുതീർപ്പാക്കുക. നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഈ കാര്യത്തിൽ പോലീസ് ഒരു കേസെടുത്ത് അന്വേഷണം നടത്താത്തത് അങ്ങേയറ്റം പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള കൃത്യവിലോപമാണ്. നിയമസഭയിലും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചു. മുഖ്യമന്ത്രിയുടെ മറുപടി എന്തായാലും മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ മാസപ്പടി ആരോപണം വന്നപ്പോ നിയമസഭയിൽ അദ്ദേഹം കുറെ നാൾ മറുപടി പറഞ്ഞില്ല. അവസാനം പറഞ്ഞതെന്താ, ആരോപണം ഉന്നയിച്ച ആളുകളുടെ മാനസികാവസ്ഥയ്ക്കെതിരായിട്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഇപ്പോ അത് ED വരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലെ ഗവൺമെന്റ്, പിണറായി സർക്കാർ അഴിമതിയും അക്രമവും സാർവത്രികമാക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇടതുമുന്നണിക്ക് ദയനീയമായ പരാജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായപ്പോൾ അവർ വിലയിരുത്തി, എന്താണ്, ഞങ്ങൾ തെറ്റ് തിരുത്തും. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് അടുത്ത കാലത്ത് അദ്ദേഹം പറഞ്ഞു, പാർട്ടി പ്രവർത്തകരിൽ ധനമോഹം വർദ്ധിച്ചു വരികയാണ്. ഒരു ജോലിയും ഒരു തൊഴിലും ഇല്ലാത്ത ആളുകൾ പെട്ടെന്ന് സമ്പന്നന്മാരാകുന്നു. അതുകൊണ്ട് ഞങ്ങൾ പാർട്ടിയിലെ ജീർണതയ്ക്കെതിരായി നടപടിയെടുക്കും. ഏറ്റവും കൂടുതൽ പാർട്ടിക്ക് ജീർണതകളുള്ളതും
പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ സഖാക്കന്മാർ സമ്പന്നന്മാരായിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്നത് കണ്ണൂരാണല്ലോ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി ദുർഗ കോട്ട ഇന്നിപ്പോ കണ്ണൂരിന്റെ സ്ഥിതിയില്ല. കണ്ണൂരിൽ സാധാരണ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്തവണ്ണമുള്ള ക്രമസമാധാന പ്രശ്നം ഇവിടെ രൂക്ഷമായിരിക്കുക. കൊട്ടേഷൻ സംഘങ്ങൾ അഴിഞ്ഞാടുക. കണ്ണൂർ വിമാനത്താവളം ഒരു സ്വർണ്ണ കള്ളക്കടത്ത് ഹബ്ബായി മാറി. സ്വർണമോഷണം, ലഹരി കള്ളക്കടത്ത്, ഇതെല്ലാം കൊട്ടേഷൻ സംഘങ്ങളാണ് ഇവിടെ നടത്തുന്നത്. കണ്ണൂരിൽ നല്ലതോ ചീത്തയോ ഏത് കാര്യം നടത്തണമെങ്കിൽ കൊട്ടേഷൻ സംഘത്തിലെ ഏൽപ്പിക്കണമെന്നൊരവസ്ഥ വന്നിരിക്കും. കല്യാണത്തിന് കാറ്ററിംഗ് ഇല്ലാതെ കല്യാണം നടത്താൻ ഭക്ഷണം കൊടുക്കാവുന്നില്ല. കണ്ണൂരിൽ കൊട്ടേഷൻ സംഘമില്ലാതെ ഒരു കാര്യവും നടക്കില്ല. ഈ കൊട്ടേഷൻ സംഘങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ആരാണ്? അവരെ സംരക്ഷിക്കുന്നത് ആരാണ്? അവർക്ക് എല്ലാവിധ സഹായവും നൽകുന്നത് ആരാണ്? അതെ, മാർക്സിസ്റ്റ് പാർട്ടിയിലെ കണ്ണൂരിനെ ജില്ലാ കമ്മിറ്റിയെ നയിക്കുന്നത് ഞങ്ങളൊക്കെ ധരിച്ചിരുന്നത് എം.വി. ജയരാജനും സംസ്ഥാന നേതാക്കളുണ്ടല്ലോ. മുഖ്യമന്ത്രിയെ മാറ്റി നിർത്തിയാൽ പി. ജയരാജൻ, അതുപോലെ ഇ.പി. ജയരാജൻ. പക്ഷെ അവരൊന്നും അല്ല ഇപ്പം കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടിയെ നയിക്കുന്നത്. ആകാശത്തില്ലെങ്കിൽ മുടി സുനി, പിന്നെ പറയുന്ന പേരുകളൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിയാം. അവരാണ് ഇപ്പോ നയിക്കുന്നത്. അവര് ആകാശത്തില്ലെങ്കിൽ പനമരത്ത് പോയി ഒരു നിയമലംഘനം നടത്തി ജീപ്പ് ഓടിച്ചത് മാത്രമല്ല, ഇവിടെ ഭരണം അവരുടെ കയ്യിലാണ്, പോലീസ് അവരുടെ കയ്യിലാണ്. ഈ കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്നത് എവിടെ നിന്നാണ്? മാർക്സിസ്റ്റ്, അത് ഞാൻ ആരോപിക്കുകയാണ്, മുഖ്യമന്ത്രിയുടെ ആഫീസിൽ നിന്നാണ് ഈ കൊട്ടേഷൻ സംഘങ്ങളെ നിയന്ത്രിക്കുന്നതും സംരക്ഷിക്കുന്നതും. മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഒരു സഖാവാണ് അവിടെ ഇരുന്നുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നത്. അദ്ദേഹം കണ്ണൂരുകാരനാണ്. അവരൊക്കെ നിയന്ത്രിക്കുന്ന ഈ കൊട്ടേഷൻ സംഘത്തെ വാസ്തവത്തിൽ അതിന്റെ കൊട്ടേഷൻ സംഘത്തിന്റെ അഴിഞ്ഞാട്ടം സാധാരണ കണ്ണൂരിലെ സമാധാന ജീവിതത്തെ ഇപ്പൊ തകർത്തുകൊണ്ടിരിക്കുന്നു. കണ്ണൂർ വിമാനത്താവളം ഇപ്പോ ഏതാണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് വിമാനത്താവളം, കള്ളക്കടത്ത് വിമാനത്താവളം, സ്വർണ്ണക്കള്ളക്കടത്ത് വിമാനമായി അത്. ഈ കൊട്ടേഷൻ സംഘമാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തിന് എല്ലാ തരത്തിലും നടത്തുന്നത്. ഇവർക്ക് വന്നുകൂടുന്ന സമ്പത്ത് എത്രയാണ്? ഇവരുണ്ടാക്കുന്ന പണം എവിടെ പോകുന്നു? അതുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. കാരണം ധാർമ്മികമായി ഇവർ കാണിക്കുന്ന അഴിമതിയെ നിയന്ത്രിക്കാനുള്ള ശക്തി മുഖ്യമന്ത്രിക്ക് നഷ്ടപ്പെട്ടു. ഈ അടുത്ത കാലത്തല്ലേ, എന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാം, CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ജില്ലാ കമ്മിറ്റി മെമ്പറല്ലേ മനു തോമസ്, അദ്ദേഹമാണല്ലോ ഈ കൊട്ടേഷൻ സംഘത്തെ കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. ആ കൊട്ടേഷൻ സംഘത്തിന്റെ പിന്നിൽ ആരാണെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അതേക്കുറിച്ച് ഇതുവരെ പാർട്ടി നേതൃത്വം ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടോ? മനു തോമസിനെതിരായി പി. ജയരാജന്റെ മകൻ മാനനഷ്ട കേസ് കൊടുത്ത വാർത്ത പുറത്തു വന്നു. അത് ദേശാഭിമാനി പത്രത്തിൽ മാത്രമേ വന്നുള്ളൂ. ബാക്കിയൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ ചാനലുകളിലൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ടുപോയി. എന്തുകൊണ്ട് മനു തോമസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ല? ഇതുപോലെ പാർട്ടി നേതൃത്വത്തിന്റെ അഴിമതിയെയും ജനപക്ഷപാതത്തെയും അനീതിയെയും പരസ്യമായി ചോദ്യം ചെയ്യുന്നതിലല്ലേ T.P. ചന്ദ്രശേഖരൻ രക്തസാക്ഷിയായി മാറിയത്? ഈ ഒരു ഘട്ടത്തിലല്ലെങ്കിൽ മനു തോമസിന് ഇപ്പോഴും ജീവിച്ചിരിക്കാൻ കഴിയുമോ എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയിൽ കണ്ണൂരിൽ നടക്കുന്ന കൊട്ടേഷൻ സംഘം, അക്രമങ്ങൾ, കൊലപാതകങ്ങൾ, പിടിച്ചുപറി, ഇതെല്ലാം അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലിലൂടെ കൂടുതൽ പുറത്തു വരും. ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, കോൺഗ്രസും UDF ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനു തോമസ് ഒരു ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരവും പറഞ്ഞില്ല. ഈ പാർട്ടിയിൽ മനു തോമസിനെ പോലുള്ള ആളുകൾക്ക് രക്ഷയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്റെ അഭിപ്രായമല്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവർക്ക് പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ല. കമ്മ്യൂണിസ്റ്റ്
പ്രത്യയശാസ്ത്രമനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഈ പാർട്ടിയിൽ നേതൃത്വത്തിലില്ല, പാർട്ടിയിൽ ഒരു സ്ഥാനവുമില്ല. അതിനെല്ലാം ചോദ്യം ചെയ്യുന്നവരെ പാർട്ടിയിൽ പരിപൂർണമായി അവരെ തകർക്കുക എന്നതാണ്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എന്നെ പുറത്താക്കാൻ നിവർത്തിയില്ല, കാരണം ഞാൻ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്തില്ല. അതിന് പാർട്ടിയുടെ ഔദ്യോഗിക നേതൃത്വവും പറഞ്ഞു അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ്. എന്തുകൊണ്ട് പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്നതിന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു മറുപടി പറയുന്നു. സാധാരണഗതിയിൽ എല്ലാ വർഷവും പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്നതല്ലേ. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ പോക്കിൽ ഈ ജീർണതയിൽ മനംനൊന്ത് ഒരുപാട് മനു തോമസുമാർ ആ പാർട്ടിയിലുണ്ട്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ പുറത്തു വന്നുവെങ്കിൽ മാത്രമല്ല ഒരുപാട് ആളുകളുണ്ട്. കാരണം ഒരു തെറ്റും തിരുത്തുകയില്ല. മാഷ് പറഞ്ഞത് അടിമുടി ഞങ്ങൾ തെറ്റ് തിരുത്തി. ഞാൻ മാഷോട് ചോദിക്കുകയാണ്, അടിമുടി തെറ്റ് തിരുത്താം, പക്ഷെ ആദ്യം എവിടെ നിന്ന് തുടങ്ങും? അടിയിൽ നിന്നാണോ മുടിയിൽ നിന്നാണോ? മുടിയിലാണ് മാറ്റം വരേണ്ടത്. അടിയിലുള്ള ആളുകളാണ് അസംതൃപ്തരായി കഴിയുന്നത്. അവർക്ക് ഈ പാർട്ടിയിൽ നേതൃത്വമില്ല, അവർക്ക് ഈ പാർട്ടിയിൽ അവരുടെ ശബ്ദത്തിന് യാതൊരു പ്രതിഫലനവുമില്ല. പക്ഷേ ഇത് പാർട്ടി കാര്യമായിട്ട് പരിഗണിച്ച് വിട്ടുകളയാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങൾ പ്രതിപക്ഷത്തുള്ള ആളുകളെന്ന നിലയിൽ നിങ്ങളുടെ പാർട്ടിക്കകത്തെ ഈ കൊട്ടേഷൻ സംഘങ്ങൾ, ഈ പിടിച്ചുപറി സംഘം, ഈ ഗുണ്ടകൾ, ഇവരെല്ലാം കൂടി കണ്ണൂരിലെ സമാധാന ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കുക. പരാതിപ്പെടാൻ ജനങ്ങൾക്ക് ഭയമാണ്. പോലീസിന്റെ മുമ്പിൽ പോകാൻ പാർട്ടിക്കാർക്ക് ഭയമാണ്, പിന്നല്ലേ സാധാരണ ജനങ്ങൾക്ക്. അതുകൊണ്ട് ഭയമാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് മോഡിയുടെ ഭരണകാലത്ത് പറഞ്ഞ അതേ വാക്ക് കണ്ണൂരിൽ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവരെ വാസ്തവത്തിൽ ഭയം കൊണ്ടവർക്ക് ഉണ്ടാക്കി. ഇതിനോട് എതിരിടാൻ പറ്റില്ല, കാരണം എതിരിട്ട സുഹൈബിന്റെയൊക്കെ അനുഭവം ആളുകളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഒന്നുകിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിഞ്ഞ് ഈ LDF-ലെ മറ്റേതെങ്കിലും ഒരു ഘടകകക്ഷിക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇവരെ നിയന്ത്രിക്കാനുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ഗോവിന്ദ മാഷോട് പറഞ്ഞിട്ട് കാര്യമില്ല, അദ്ദേഹം കഥയറിയാതെ ആട്ടക്കാണെന്ന്. അദ്ദേഹം ഇതെല്ലാം പറയുന്നുണ്ടെങ്കിലും ഇതിന് നടപടിയെടുക്കാനുള്ള ധൈര്യമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുകയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂർ നേതൃത്വമോ സംസ്ഥാന നേതൃത്വം. ഇപ്പോ വേറൊരു പുതിയ പ്രതിഭാസം വന്നു. കണ്ണൂർ സ്റ്റൈലിലുള്ള കണ്ണൂർ ഈ പ്രവർത്തന ശൈലി മറ്റ് സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയാണ് പത്തനംതിട്ടയിൽ കാപ്പ കേസിലെ യദു കൃഷ്ണൻ, ശരൺ കൃഷ്ണൻ എന്നൊക്കെ പറഞ്ഞ് 62 പേരെ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. 12ഓളം കേസിലെ പ്രതിയാണ് ഇത്, കാപ്പ കേസ് ഉൾപ്പെടെ. ആരാ സ്വീകരിക്കുന്നത്? സംസ്ഥാനത്തെ ഒരു മന്ത്രി പോയി മാലയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് സ്വീകരിക്കുക. ഇന്നലെ വാർത്ത വന്നു, ഇതിൽ ശരൺ കൃഷ്ണൻ കഞ്ചാവ് കള്ളക്കടത്തുന്നു. കേരളത്തിലെ ലഹരി മാഫിയയെ നിയന്ത്രിക്കുന്നത്, പിടിച്ചുപോയാളെ നിയന്ത്രിക്കുന്നത് ഈ സഖാക്കളാണ്. അത് കണ്ണൂരും കേരളമുണ്ട്. അവര് അദ്വൈത വിഹാരം നടത്തും. അതുകൊണ്ട് ഇതിന് ഒരു പരിഹാരം ഉണ്ടായേ തീരും. മാർക്സിസ്റ്റ് പാർട്ടിയിലെ കണ്ണൂരിലെ മാർക്സിസ്റ്റ് പാർട്ടി തസ്കര സംഘങ്ങളുടെ ഒരു താവളമായി മാറിയിരിക്കും. അതാണ് സത്യം. സാമൂഹ്യ വിരുദ്ധന്മാരും കള്ളക്കടത്തുകാരും മോഷ്ടാക്കളും എല്ലാം അവർക്ക് അഭയം നൽകുന്നത്, ആശ്രയം നൽകുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അതുകൊണ്ട് കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു തസ്കര സംഘങ്ങളുടെ താവളമായി മാറ്റിയതുകൊണ്ട് കണ്ണൂരിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന അവരുടെ സമാധാന ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഭീഷണിക്ക് പരിഹാരമുണ്ടാക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനിച്ചത് ഈ കണ്ണൂരിലെ പിണറായിയിലാണ്. മിക്കവാറും പിണറായി വിജയന്റെ ഭരണകാലത്ത് തന്നെ അത് ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണവും അവരുടെ പാർട്ടിയും അന്ത്യം കുറിക്കാനാണ് ഈ നിലയ്ക്ക് പോയാൽ സാധ്യതയുള്ളത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരണം എന്നാഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ, ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങളാരും. പക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ആഭ്യന്തരമായ ഈ പ്രശ്നങ്ങളും അവരുണ്ടാക്കുന്ന അക്രമങ്ങളും അഴിമതിയും
കേരളത്തിലെ ജനജീവിതത്തെ തകർത്തു. ഈ വിഴിഞ്ഞം തുറമുഖത്തിൽ ഉമ്മൻചാണ്ടിയുടെ പേര് നൽകാൻ വേണ്ടി ഔദ്യോഗികമായി ഇന്ന് പറഞ്ഞു. ഇന്നലെയാണല്ലോ APC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവെല്ലാം പറഞ്ഞു. ഞങ്ങളത് ആലോചിക്കും. ഈ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് UDF പല പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. അതൊക്കെ തെറ്റായിപ്പോയി എന്നിപ്പോ തോന്നുന്നു. UDF പല പ്രക്ഷോഭങ്ങൾ നടത്തിയിരുന്നു. അവിടുത്തെ ആളുകളുടെ ഞങ്ങളല്ല നടത്തിയത്, മത്സ്യത്തൊഴിലാളികൾ. അത് പ്രതിപക്ഷ നേതാവടക്കം കൊടുക്കും. കാരണം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇവരുടെ പുനരധിവാസത്തിന് വേണ്ടി അവിടുത്തെ ബിഷപ്പും മത്സ്യത്തൊഴിലാളി സംഘടനകളുമായി ചർച്ച ചെയ്ത് 487 കോടി രൂപ വകയിരുത്തി. ഒരു പൈസ പോലെ ചെലവാക്കിയില്ല. അത് ചെലവാക്കാതെ അവർക്ക് കൊടുത്ത ഉറപ്പ് പാലിക്കാതെ വന്നപ്പോഴാണ് അവിടെ പ്രക്ഷോഭം ഉണ്ടായത്. ആ പ്രക്ഷോഭത്തിൽ ഞങ്ങൾ മാത്രമല്ലല്ലോ, BJPക്കാര് പ്രക്ഷോഭം നടത്തിയ യോഗത്തിലാണല്ലോ CPM-ന്റെ മുൻ ജില്ലാ സെക്രട്ടറി ആലാവൂർ നാഗപ്പൻ പങ്കെടുത്തത്. അത് ഒരേ ഗേറ്റിലാണ് ഇതെല്ലാം നടന്നത്. പ്രതിപക്ഷ നേതാവും പങ്കെടുത്തു. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. BJPയുടെ സമരത്തിൽ അദ്ദേഹവും പോയി പങ്കെടുത്തു. ആ സമരത്തിൽ പങ്കെടുത്തത് ഒരു തെറ്റുമല്ല. ഇപ്പോഴും ഈ പരിപാടിയിൽ അവിടുത്തെ ലത്തീൻ കത്തോലിക്ക ബിഷപ്പിനെ ക്ഷണിച്ചിട്ട് അവർ പങ്കെടുക്കുന്നില്ലല്ലോ. കാരണം ഈ ഗവൺമെന്റ് കൊടുത്ത ഉറപ്പ് ഒന്നും പാലിക്കും. അദാനി ഗ്രൂപ്പിന് ഈ തരത്തിലുള്ള ഈ ഭൂമികളൊക്കെ തന്നെ ഇങ്ങനെ കൊടുക്കുന്നു. അതിനെ ഏത് രീതിയിലാണ് കാണുന്നത്? അതിൽ ഏതെങ്കിലും തരത്തിൽ അദാനിയല്ലേ ഈ രാജ്യം എല്ലാ തുറമുഖങ്ങളും ഇപ്പോ കൈയടക്കുന്നത്? അത് കൊടുക്കുന്നത് മോഡിയല്ലേ? അദാനിക്ക് വേണ്ടിയല്ലേ മോഡി ഭരിച്ചുകൊണ്ടിരുന്നത് 10 കൊല്ലവും? തിരുവനന്തപുരത്ത് എയർപോർട്ട് അദാനിക്ക്, സീപോർട്ട് അദാനിക്ക്, അവിടുത്തെ മുഴുവനും അദാനിക്ക് ഭരിച്ചു കൊടുത്തിരിക്കുന്നു. ഇടപാടോ? അതിപ്പോ മോഡി അതൊക്കെയാണ് രാഹുൽ ഗാന്ധി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇതെല്ലാം അദ്ദേഹത്തിന് കൊടുക്കുന്നത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരാളാണ് രാഹുൽ ഗാന്ധി. പിണറായി വിജയൻ കൊടുക്കുന്നതല്ലല്ലോ, ഇത് ഗവൺമെന്റ് ആദ്യകാലത്ത് തീരുമാനിച്ചതല്ലേ. അപ്പോഴാണല്ലോ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോ 5000 കോടി രൂപയുടെ 6000 കോടി രൂപയുടെ പദ്ധതിക്ക് ഉമ്മൻചാണ്ടി 5000 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. അത് ഞങ്ങളങ്ങനെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളും വികസന പദ്ധതികൾ മുടക്കാൻ വേണ്ടി ഇല്ലാത്ത കാര്യങ്ങളൊന്നും ആരോപണം ഉന്നയിക്കില്ല. ഞാനിപ്പോ പറഞ്ഞതൊന്നും നിങ്ങൾ കണ്ണൂരുള്ള പത്രലേഖകരല്ലേ, ഇല്ലാത്ത ഏതെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നവരല്ല. ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് നിയമസഭയിൽ AI ക്യാമറ, അതുപോലെ തന്നെ K4, ലൈഫ് മിഷൻ, ഇതൊക്കെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതാണ്. എനിക്ക് എന്താണ് കൂടോത്തര വിവാദം എന്നുള്ളത് എനിക്ക് പറഞ്ഞുകൂടാ, പത്രത്തിൽ വായിച്ചറിയുള്ളൂ. അല്ല, അതല്ല, അതൊക്കെ ഇങ്ങനെ വന്നപ്പോ അത് ഞാനും പത്രത്തിൽ വായിച്ചു. കാലത്ത് പച്ചവർക്ക് നാണക്കേട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കെങ്ങനെ നാണക്കേട് ഉണ്ടാകും? പച്ചവർക്കല്ലേ നാണക്കേട് ഉണ്ടാകും? ആര്? അല്ല, അതൊന്നും എന്നോട് ചോദിച്ചതിനാണ്. എനിക്കതൊന്നും അറിയില്ല, ഇതിനെ കുറിച്ചൊന്നും എനിക്കൊന്നും അറിയില്ല. ഏത്? അല്ല, നിങ്ങളൊക്കെ അറിഞ്ഞപ്പോ ഞാനും അറിഞ്ഞു. മീഡിയയിൽ കണ്ടപ്പോഴല്ലേ അറിഞ്ഞുള്ളൂ. പാർട്ടിയിൽ എന്തിനാ ഇക്കൂടോത്തര ചർച്ച ചെയ്യാനാണോ പാർട്ടി കൊടുത്തത്? അതൊന്നും ജനകീയ പ്രശ്നങ്ങളും ഈ സർക്കാരിന്റെ അഴിമതിയും ഇതൊക്കെ ചർച്ച ചെയ്യുന്ന പാർട്ടി യോഗത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാറില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം
നിങ്ങൾ കണ്ണൂരുള്ളവരാ, ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വരിക. ഈ വച്ച ധാരാളത്ത് നിങ്ങൾക്ക് അറിയാമോന്നാ ഞാൻ അങ്ങോട്ട് ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അയ്യോ എന്നെ വിട്ടേക്ക്, ഞാൻ ഈ കൂടോത്രം ഇതിനെ കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് ഞാൻ ഈ വായിച്ചതല്ലാതെ വേറെ ഒരു വിവരമില്ല. നിങ്ങൾക്ക് വേറെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളൊക്കെ പത്രപ്രവർത്തകര്, നിങ്ങൾക്ക് ന്യായമായ എന്ത് കാര്യവും അതിനെക്കുറിച്ച് ചോദിക്കാം. അദ്ദേഹം പറഞ്ഞെങ്കിൽ പിന്നെ എന്നോട് ചോദിക്കണ്ടല്ലോ. അതെല്ലാം നിങ്ങളല്ലേ ചോദിക്കേണ്ടത്, ഞാനാണോ ചോദിക്കുന്നത്? എന്നോട് നിങ്ങൾ ചോദിച്ചു, ഞാൻ ഉത്തരം പറഞ്ഞു. ഓക്കെ, വേറെ വല്ല വിഷയമുണ്ടോ? ചോദിക്കും. പറയേണ്ട കാര്യങ്ങളിൽ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ പൊതുവിൽ കെ സുധാകരനാണ് പ്രത്യേകിച്ചൊന്നും പറയാതെ ഒഴിഞ്ഞു മാറുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞൂടെ. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഊഹിക്കുക. മറുപടി പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണോ അത് കുറയ്ക്കാൻ? എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ മറുപടി പറയാം. ബാക്കിയുള്ളവരുടെ കാര്യം ഞാനെങ്ങനെ പറയും? ഓക്കെ, വേറെ ഒന്നുമില്ലേ? എന്നാ ഓക്കെ, താങ്ക് യു. നമ്മളെ ജവഹർ ബാലജന മഞ്ചിന്റെ അവരുടെ ഒരു പത്രസമ്മേളനമുണ്ട്, അവർ പ്രസ് ക്ലബിൽ വെച്ചതാണ്. പൈസ